ഒന്ന് വാതിലടയ്ക്കടാ, ഞാൻ ഇറങ്ങുവാ. ഓ ഇന്നും ഇല്ലേ? പഠിത്തമൊന്നും ഇല്ലേ ചേട്ടാ? ഇന്ന് രാവിലെ അമ്മയുടെ വായന കേട്ടല്ലോ അല്ലേ? അത് പിന്നെ ഞാൻ പറഞ്ഞിട്ട് വേണോ? ഓ വേണമെന്നില്ല. എടാ പിന്നെ ഞാൻ വിളിച്ചത്, നാളെ ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട്. തവണ ബസ്സിലാണ് വരുന്നത്. അപ്പോൾ നീ ഒന്ന് പിക്ക് ചെയ്യാൻ വന്നേക്കണം. ആ നോക്കാന്നേ, ഒരു പടം ഉണ്ടായിരുന്നു, അതാണ് സീൻ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ എന്തായാലും വരണം. എടാ പിന്നെ എന്തായാലും തിന്നാൻ? ഓ ഒരു പഴം ഇരിപ്പുണ്ട്, അതിന് തള്ള വല്ലതും വെച്ചിട്ട് വേണ്ടേ? ഡാടാ മര്യാദയ്ക്ക് സംസാരിക്കടാ. നിന്നെയൊക്കെ നോക്കുന്നതും പോരഞ്ഞിട്ട് ഓരോ പ്രശ്നം കൂടെ തല വെച്ചിട്ട് പുള്ളിക്കാരത്ത് കിടക്കണേ. അതിൻ്റെ ഇടയ്ക്ക് ഓ ഇതൊക്കെ ഓരോ ഒരു തമാശ പറഞ്ഞാ സാർ, ക്ഷമി. പുള്ളി ഉണ്ടോടാ വീട്ടിലൊന്ന്? ആ മുറിയിലൊന്നും ഇല്ല, മിക്കവാറും വല്ല കിണറ്റിലും കാണും. തമാശ വീടാച്ചു. എത്ര നാളെ ഇപ്പോൾ വീട്ടിൽ വന്നിട്ട്? ആ എനിക്കൊന്നും അറിയാൻ മേല. കഴിഞ്ഞ ദിവസം അമ്മ പറഞ്ഞ് സിറ്റ് ഔട്ടി ബോധമില്ലാതെ കിടപ്പുണ്ടെന്നൊക്കെ. ഇന്നലെ എന്നോട് പറഞ്ഞ് റൂമിൽ കൊണ്ട് കിടത്താൻ. എനിക്കാണെങ്കിൽ അങ്ങ് പൊളിഞ്ഞ് കയറി. ഇങ്ങേരിത് എന്തായി കാണിച്ചു കൂട്ടണേ? ചുമ്മാ എല്ലാവരും ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചോണ്ടിരുന്നത് എങ്ങനെയാണ്? ഓ പുള്ളിയെ പറ്റിയൊക്കെ ആലോചിച്ച് വെറുതെ സമയം കളയണോ? പുള്ളിയൊക്കെ ലോസ്കോസാന്നേ, വിട്ട് കളാം. എന്തൊക്കെയായാലും നമ്മുടെ അച്ഛനല്ലടാ, അങ്ങനെ വിട്ട് കളയാൻ പറ്റുമോ? ഒരച്ഛൻ എന്നുള്ള യോഗ്യത പുള്ളി പണ്ടേ കളഞ്ഞു. ഡയലോഗടെ കൊള്ളാം. പക്ഷേ കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്നതിന് മുമ്പ് നമുക്ക് അച്ഛനോടും സംസാരിക്കണ്ടേ ഇതിനെപ്പറ്റി? നീ വല്ലതും സംസാരിക്കാൻ നോക്കിയായിരുന്നോ? അതിന് മുഖത്തോട്ട് പോലും നോക്കാതെ അയാളോട് ഞാൻ എന്നാ പറയാനാ? ആകെ അയാൾ വാ തുറക്കുന്നത് അമ്മത്തെറി പറയാനും കാശ് ചോദിക്കാനും വേണ്ടിയിട്ടാണ്. നീ ഇങ്ങനെ ചൂടാവില്ലടാ, ഞാൻ ചോദിച്ചെന്നല്ലേ ഉള്ളൂ. പിന്നെ നിനക്ക് അറിയില്ലാഞ്ഞിട്ടാണ്. അത് ഒരു സമയത്ത് പുള്ളി ഇങ്ങനെ ആയിരുന്നില്ല. പുള്ളിക്ക് എവിടെയോ എന്തോ ഒരു പ്രശ്നം പറ്റി, അത് നമ്മളോടൊന്നും പറഞ്ഞിട്ടുമില്ല. അതേ പിന്നെയാണ് ഇങ്ങനെ ഡൗണായി ഇങ്ങനത്തെ അനാവശ്യ കാര്യങ്ങളിലൊക്കെ കയറിപ്പെട്ടത്. അതിപ്പോൾ നമുക്ക് സംസാരിച്ച് നോക്കാം. നീ അതുവരെ നീ ഒന്ന് പിടിച്ചിരിക്കാൻ നോക്ക്. എത്ര നാളെന്ന് വെച്ചോണ്ടാണ് ഞാൻ അമ്മയുടെ കരച്ചിൽ കണ്ടത്. നമുക്കും വേണ്ടേ കുറച്ച് സമാധാനമൊക്കെ? ഇടയ്ക്ക് ആലോചിക്കുമ്പോൾ ഒന്ന് ചത്താൽ മതിയായിരുന്നു. ടാ, ഇനി മേലെ നിന്റെ വായന ഇമാതിരി വർത്താനം കേൾക്കരുത്. കുറ്റം നീ എത്രയാണെന്ന് വെച്ചാൽ പറഞ്ഞു, ഞാൻ കേൾക്കാം. പക്ഷെ എല്ലാത്തൊരു ലിമിറ്റുണ്ട്. അത് ശരി, അപ്പോൾ എനിക്ക് മാത്രമുള്ള ലിമിറ്റ് പുള്ളിക്കൊന്നും ഇല്ലേ? അതല്ലടാ ഞാൻ വന്നിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞേ. നീ അതൊരു കൺട്രോൾ ചെയ്ത് നിൽക്ക്. ഇനി കാര്യം അമ്മയോട് പറയാൻ നിൽക്കണ്ട, ചിലപ്പോൾ സംസാരിക്കണ്ടെന്ന് പറയും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ. ആ 100 അതേ അമ്മ വിളിക്കുന്നുണ്ട്. മിക്കവാറും എന്നാലും എടുക്കാൻ മറന്ന് കാണും. ആടാ നീ ഫോൺ എടുത്തു. ആ എന്നാ പറ്റി അമ്മേ? വല്ലതും മറന്നു എടുക്കാൻ? മോനെ, ഇത് റോസാൻ്റിയാ. ആ റോസാൻ്റിയോ? എന്നാ പറ്റി അമ്മയ്ക്ക് പിന്നെയും തല ഇറങ്ങിയോ? മോനെ, ആൻറ്റി പറയുന്നത് സീരിയസ് ആയിട്ട് കേൾക്കണേ. ടൗണിലൊരു ആക്സിഡൻറ്റ്. അതിൽ മോൻ്റെ അച്ഛനും ഉണ്ടോയെന്നൊരു സംശയം. മോനൊന്ന് പെട്ടെന്ന് അവിടെ വരെ ചെല്ലാമോ? ആളെ തിരിച്ചറിയാൻ വേണ്ടിയാ. ആൻറ്റി ക്ലിയർ ആയില്ലെന്ന് തോന്നുന്നു. അച്ഛൻ